ഹായ്, അപ്പോൾ നമ്മളിന്ന് ഹോണ്ട ആക്റ്റീവ 6G BS6 മോഡൽ സ്കൂട്ടറിൻ്റെ എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും മാറ്റാൻ പോവാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാം. അതിനായിട്ട് വണ്ടീൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഞ്ചിൻ്റെ താഴെയായിട്ട് 2 ബോൾട്ട് കാണാം. അതിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 12 mm എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ബോൾട്ടാണ് നമുക്ക് ആദ്യമായിട്ട് ഊരേണ്ടത്. 12 mm ബോക്സ് സ്പാനർ വെച്ചിട്ടാണ് ഊരുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു എഞ്ചിൻ ഓയിൽ കളക്ട് ചെയ്യാൻ അടിയിലൊരു പാത്രം വെക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് എഞ്ചിൻ ഓയിൽ ഫില്ലർ ക്യാപ്പ് ഉണ്ട്. അതും കൂടെ ഒന്ന് അഴിച്ചു കൊടുത്തിട്ട് വണ്ടീനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിച്ചു കൊടുക്കണം. സെൻട്രൽ സ്റ്റാൻഡിലായിരിക്കും വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിച്ചു കൊടുക്കുമ്പം ആ എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് നല്ല കറക്റ്റായിട്ട് ഡ്രെയിൻ ആയി കിട്ടും. അതിനുശേഷം റൈറ്റ് സൈഡിൽ തന്നെ താഴെയായിട്ട് എഞ്ചിൻ ഓയിൽ സ്ട്രെയിനർ ക്യാപ്പ് ഉണ്ട്. അതും കൂടെ ഒന്ന് അഴിച്ചു മാറ്റണം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 17 mm റിംഗ് സ്പാനറാണ്. അപ്പോൾ അത് നമ്മൾ ഊരുമ്പോൾ നീ കണ്ടില്ലേ, നിറയെ പൊടികൾ ഇരിക്കുന്നുണ്ട്, മെറ്റൽ പാർട്ടിക്കിൾസ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പ്രിംഗ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് അത് വൃത്തിയാക്കണം. അത് കയ്യിൽ കണ്ടില്ലേ എത്രയാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഈ ഒരു എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കണം. അപ്പോൾ അതാ ഇത് മൊത്തത്തിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പെട്രോൾ കൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. കരടൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി ഒക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു എഞ്ചിൻ ഓയിൽ സ്ട്രെയിനർ ക്യാപ്പില്ലേ, അത് ഊരിയ ഭാഗമില്ലേ, അത് ഒരു തുണി വെച്ചിട്ട് നല്ലപോലെ വൃത്തിയാക്കണം. പിന്നെ ഈ ഒരു സ്പ്രിങ്ങും വെച്ചിട്ട് ഈ ഒരു ക്യാപ്പ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആ സ്പ്രിങ് കറക്റ്റ് പൊസിഷനിലാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം തിരിച്ച് ഈ ക്യാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബോക്സ് സ്പാനർ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ പണി നമുക്ക് വീട്ടിലറിയാവുന്നെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അപ്പം ഇത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നല്ല വൃത്തിയോടുകൂടി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോഴേക്കും നമ്മൾ എഞ്ചിനൊക്കെ ഡ്രെയിൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ആ ഡ്രെയിൻ ബോൾട്ട് ഇല്ലേ, എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ബോൾട്ട് ഇടുമ്പം അതിൻ്റെ ഉള്ളിൽ ആ വാഷർ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. ആ വാഷറും കറക്റ്റായിട്ട് ഇട്ടിട്ട് വേണം നമുക്ക് തിരിച്ച് ഇത് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ഓവറായിട്ട് ഇത് ടൈറ്റ് ചെയ്യണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് ഓവറായി ടൈറ്റ് ആയാൽ ഈ ഒരു വാഷർ എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെയാണ്. അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. പൊട്ടിപ്പോയാൽ അവിടെ എഞ്ചിൻ ഓയിൽ ലീക്ക് ആവാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒന്ന് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അലുമിനിയത്തിൻ്റെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സീൽഡ് ആയിട്ട് കിടന്നോളും ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഗിയർ ഓയിൽ മാറ്റാം. അപ്പോൾ ഈ ഒരു എഞ്ചിൻ ഓയിൽ മാറ്റുന്നതോട് അപ്പോൾ തന്നെ നമുക്ക് ഈ ഗിയർ ഓയിൽ മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. അതിനും ഇത്ര വലിയ പണിയൊന്നുമില്ല. ഗിയർ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഗിയർ ഓയിൽ ഡ്രെയിൻ ബോൾട്ട് ഉണ്ട്, അതൊന്ന് ഊരി കൊടുക്കാം. അതും ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു താഴെയായിട്ടാണ് 2 ബോൾട്ട് കാണാം. അപ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ്. ഈ മുകളിൽ കാണുന്നതാണ് ഗിയർ ഓയിൽ ഫില്ലർ ബോൾട്ട് വരുന്നത്. അപ്പോൾ രണ്ടും ഒന്ന് അഴിച്ചു കൊടുക്കണം. താഴെ ഒരു പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ. രണ്ടും അങ്ങനെ തുറന്ന് ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിച്ചു കൊടുത്താലേ മൊത്തം ഗിയർ ഓയിലും ഡ്രെയിൻ ആയി പോവുള്ളൂ. അപ്പം നമുക്ക് ഇനി അത് മൊത്തം ഡ്രെയിൻ ആയതിനു ശേഷം അവിടേക്ക് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഡ്രെയിൻ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതും 12 mm വരുന്നത്. അപ്പം പിന്നെ ബോക്സ് സ്പാനർ വെച്ചിട്ടാണ് രണ്ടും ഊരിയത്. അപ്പം അതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗിയർ ഓയിൽ ഇതാണ് 8W90 120 ml ഗിയർ ഓയിലാണ്. അത് ഒരു ഏകദേശം 75 രൂപയോളമാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ നോസിലിൻ്റെ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് മൊത്തത്തിൽ ഒന്ന് ഞെക്കിയിട്ടുണ്ടെങ്കിൽ സ്ക്വീസ് ചെയ്താൽ അതിൻ്റെ ഓയിൽ മൊത്തം അതിലേക്ക് ഫില്ലായിക്കോളും. ഇനി നമ്മൾ വാഷർ അതിൽ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ആ ഗിയർ ഓയിൽ ഫില്ലർ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബോക്സ് സ്പാനർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ലീക്കൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്താം. ഇനി അടുത്തത് നമുക്ക് എഞ്ചിൻ ഓയിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സെർവോൻ്റെ സ്കൂട്ടോമാറ്റിക് എക്സ്ട്രാ 5W30 600 ml ബോട്ടിലാണ്. എഞ്ചിൻ ഓയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 340 രൂപയോളം ഉണ്ട്. അപ്പം അത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോസിൽ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ നല്ല എളുപ്പമാണ്, നല്ല നീളമുള്ള നോസിലായതുകൊണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ ഒരു സ്ഥലം നല്ല വൃത്തിയായിട്ട് തുടച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ചെരിച്ചു കൊടുത്താൽ മതി. അതിൽ തന്നെ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഫില്ലായിക്കോളും. അപ്പം അതൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് മാറുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇനി തിരിച്ച് ആ എഞ്ചിൻ ഓയിൽ ഫില്ലർ ക്യാപ്പ് നമുക്ക് അടച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ടൈറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും മാറ്റുന്നത്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കാണ്. നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.